അപ്പോൾ ഈ വീഡിയോ കോപ്പിറൈറ്റ് അടിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ശരത് നിയോൺ ടെക് പുള്ളി അത്യാവശ്യം എന്താ പറയുക, ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ പുള്ളിയുടെ വീഡിയോ കണ്ട് ഞാൻ വിശ്വസിച്ചേക്കുന്നത്. പിന്നെ എൻ്റെ ഈ 437 സബ്സ്ക്രൈബേഴ്സുള്ള അക്കൗണ്ടിനൊക്കെ ഈ പറഞ്ഞ പോലെ കോപ്പിറൈറ്റൊക്കെ അടിച്ച് അതൊന്നും പുള്ളി അങ്ങനെ ലിറ്ററലി ചിന്തിക്കുക പോലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് പുള്ളി കാണുമോ എന്നുള്ള കാര്യം പോലും എനിക്ക് ഉറപ്പില്ല, അത് വേറെ കാര്യം. അപ്പോൾ എനിവേ നമ്മൾ ഇതിൻ്റെ പേരിൽ എഴുതിയേക്കുന്ന പോലെ തന്നെ, അതായത് ഈ വീഡിയോൻ്റെ നെയിം പോലെ തന്നെ കഴിഞ്ഞ ദിവസം IM-നെ പറ്റി ഒരു വീഡിയോ ശരത് നിയോൺ ടെക് ചെയ്തേക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു റിയാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിപ്ലൈ അല്ലെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് തിരുത്തുകൾ, അപ്പോൾ അത് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. മേ ബി പുള്ളി IM എന്ന് പറയുന്ന ഒരു റാബിറ്റ് ഹോളിലേക്ക് ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് പുള്ളിക്ക് തോന്നിയ കാര്യങ്ങളായിരിക്കാം പുള്ളിയാ പറഞ്ഞത്. അപ്പോൾ പുള്ളി ഇതിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലാതെ സംസാരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പുള്ളി പറയുന്നുണ്ട് ഓഡിയോ ഫയൽസ് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും പുള്ളിനെ തെറി പറയും എന്നൊക്കെ. പക്ഷെ നമ്മൾ ഇതിനെ തെറിയൊന്നും പറയുന്നില്ല, കാരണം തെറി പറയാൻ മാത്രമായിട്ടൊന്നും എനിക്കൊന്നും തോന്നിയില്ല. അപ്പോൾ ആദ്യമായിട്ടൊരു സംഭവം ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും പറയുന്ന അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന ചെറിയ മണ്ടത്തരങ്ങളൊക്കെ തന്നെയാണ് പുള്ളിക്കും പറ്റിയേക്കുന്നത്. പിന്നെ ഞാൻ പറയാവുന്ന കാര്യങ്ങൾ ശരത്ത് ഈ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ, കാണുമോയെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ ഇൻ കേസ് കണ്ടാൽ ഇതിനൊരു ഫ്രണ്ട്ലി മാനറിൽ മാത്രം എടുക്കുക. നമ്മൾ 2 ഫ്രണ്ട്സ് ഇരുന്ന് 2 കാര്യങ്ങളെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്ന രീതിയിൽ മാത്രം ഇതിനെടുക്കുക എന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം. IM വെച്ച് കേട്ടാൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇത് പാട്ട് കേൾക്കാൻ പറ്റും എന്ന് പുള്ളി പറയുന്നുണ്ട്. എന്നാൽ അതൊരു കുഴപ്പമാണെന്നാണ് പുള്ളി പറയുന്നത്. അതായത് ക്ലാരിറ്റിയിൽ പാട്ട് കേൾക്കുക എന്നുള്ളതൊരു കുഴപ്പമാണ് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഈ സംഭവം പറഞ്ഞിട്ടാണ് പുള്ളി തുടങ്ങുന്നത്. അപ്പോൾ പിന്നീട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അതായത് യൂട്യൂബ് മ്യൂസിക് വെച്ചും ആമസോൺ മ്യൂസിക് വെച്ചും ആണ് പുള്ളി പാട്ട് കേട്ടത്. അപ്പോൾ പാട്ട് കേട്ട് പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആമസോൺ മ്യൂസിക്കിൽ ഇത്ര പൊട്ട ക്വാളിറ്റിയുള്ള മ്യൂസിക് ആണോ എന്നുള്ളൊരു തോന്നൽ. അതായത് ബാസ് അല്ലെങ്കിൽ ബേസ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല, മിക്സ് ഇല്ല, വോക്കലിന്റെ ക്ലാരിറ്റി ഒക്കെ ഭയങ്കര കൂടുതലായിട്ട് കിടക്കുന്നുണ്ട്. കാസ്റ്റർ പ്രോയാണ് IM ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇത് കേട്ടിട്ട് ബേസ് ഇല്ല, അതുപോലെ തന്നെ മിഡ്സ് ഇല്ല എന്ന് പറയും. മിഡ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അടുത്തതായിട്ട് പറയും വോക്കൽ സെർച്ച് കേൾക്കുന്നത്. മിഡ്സ് ആണ് അച്ഛനെ വോക്കൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും മിഡ്സ് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും വോക്കൽ ഫോർവേഡായിട്ട് വരില്ല എന്നുള്ള കാര്യം എന്തായാലും എല്ലാവർക്കും അറിയാമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ ചാനൽ കാണുന്ന മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇനി കാസ്റ്റർ പ്രോയുടെ കാര്യത്തിലേക്ക് വരാം. കാസ്റ്റർ പ്രോ വളരെ ബേസ് ഹെവി ആയിട്ടുള്ള ഒരു IM ആണ്. അത് എന്താ പറയുക, കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. വോക്കൽസ് ഫോർവേഡായി വോക്കൽസ് ഫോർവേഡ് അല്ല, വോക്കൽസ് ബാക്ക്വേഡായിട്ട് നിൽക്കുന്ന ഒരു IM ആണ് ഈ കാസ്റ്റർ. അതായത് ടിപ്പിക്കൽ വി ഷേപ്ഡ് സാധനമാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരത്ത് പറയുന്നത് ഇതിന് ഒട്ടും ബേസ് ഇല്ല എന്നുള്ള സാധനമാണ്. പക്ഷേ ഇത് ബേസ് ഹെവി ആയിട്ടുള്ള ഒരു IM ആണ്. അപ്പോൾ ഇതിന് ബേസ് ഇല്ല എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റാത്തൊരു പരിപാടിയാണ്. പിന്നെ ഇതിൻ്റെ കാസ്റ്ററിൻ്റെ ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പുള്ളി കുറച്ച് മുമ്പ് ഏതോ ഒരു TWS കേട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ TWSലൊക്കെ ഉള്ള പോലത്തെ മഡിയായിട്ടുള്ള ഡീറ്റെയിൽസ് ഇല്ലാത്ത ഭയങ്കര അങ്ങനത്തെ ബേസ് അല്ല കാസ്റ്ററിൽ നിന്ന് വരുന്നത്. കാസ്റ്റർ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഭയങ്കര എന്താ പറയുക ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ബേസാണ് ഈ സംഭവത്തിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ ബേസില്ല എന്ന് പറയുന്നതിന് മൊത്തമായിട്ട് എതിർക്കാനേ പറ്റുള്ളൂ, കാരണം ഒരിക്കലും അങ്ങനെ വരില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യം അതിനേക്കാളും കോമഡിയാണ്. ഈ ഓഡിയോയിലുള്ള സ്റ്റാറ്റിക് നോയ്സും ഈ ഇംപെർഫെക്ഷനും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കേൾക്കാൻ പറ്റുന്നു എന്നാണ് പുള്ളി പറയുന്നത്. അതിനകത്തുള്ള ഓഡിയോയിലുള്ള ഓരോ തരിമണികളിൽ, അതായത് ചെറിയ ചെറിയ ഈ സ്റ്റാറ്റിക്കിന്റെ സൗണ്ടുകൾ, നോയ്സ്, ശരിക്കും പറഞ്ഞാൽ ആമസോൺ മ്യൂസിക്കിലുള്ള ഓഡിയോയ്ക്ക് ഇത്ര മോശം ക്വാളിറ്റി ആണോ എന്നുള്ള രീതിയിൽ തോന്നിക്കപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റാറ്റിക് ആയിട്ടുള്ളതും അല്ലെങ്കിൽ അങ്ങനത്തെ നോയ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പുള്ളി കേൾക്കണമെന്നുണ്ടെങ്കിൽ വല്ല 80കളിലുള്ള ഈ വിനൈലിലൊക്കെ റെക്കോർഡ് ചെയ്തേക്കുന്ന കാര്യങ്ങളില്ലേ, അപ്പോൾ അത് പിന്നീട് ഈ ഡിജിറ്റലിലേക്ക് മാറ്റി കഴിയുമ്പോഴത്തേക്കും ഇതുപോലത്തെ സ്റ്റാറ്റിക് നോയ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ എന്തായാലും കേട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളൂ പുള്ളി ഈ പറഞ്ഞ സ്റ്റാറ്റിക് നോയ്സുകൾ കേട്ടിട്ടുള്ളൂ. അല്ലെ 90കളിലൊക്കെ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യാത്ത അങ്ങനത്തെ വല്ല സംഭവം പുള്ളി കേട്ടിട്ടുണ്ടാകണം. ഒരു 2000 ആ ഒരു ടൈമിനൊക്കെ വരുന്നതൊക്കെ വൃത്തിക്ക് മാസ്റ്റർ ചെയ്തേക്കുന്ന ട്രാക്കാണ് മിക്കതും. അപ്പോൾ അതിനൊന്നും ഈ പറഞ്ഞ നോയ്സും അതുപോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എന്തായാലും ഉണ്ടാവില്ല, മെജോറിറ്റിക്കും അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ കാസ്റ്ററിൻ്റെ കാര്യം, ഇപ്പോൾ കാസ്റ്റർ ഭയങ്കര ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു IM ഒന്നുമല്ല. ഇപ്പോൾ ഈ ഓഡിയോ ഹാർഡ്വെയർ ഉണ്ടല്ലോ, അതായത് ഈ സിസ്റ്റത്തിലുള്ള നോയ്സ് ഒക്കെ അത് കേൾക്കുന്ന തരം സെൻസിറ്റീവ് ആയിട്ടുള്ള IMs ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതുപോലത്തെ ഒരു IM അല്ല കാസ്റ്റർ. ഈവൻ കാസ്റ്റർ ഡ്രൈവ് ചെയ്യാൻ തന്നെ നല്ല പവർ വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു IM കൂടെ പുള്ളി ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ടുള്ള നോയ്സ് ഒക്കെ കേട്ടു എന്ന് പറയുന്നത് തള്ളാണോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഈ IM ഭയങ്കര പ്രൊഫഷണലായി പാട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. IM ആക്ച്വലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, അങ്ങനെയാണ് ഉപയോഗിച്ചിട്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ 1000 രൂപ തൊട്ടൊക്കെ IM കിട്ടുന്നുണ്ട്. ഒരു 5000, അതായത് 5K മുതൽ താഴേക്ക് വരുന്ന മെജോറിറ്റി IM നോർമൽ ലിസണർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന IMs ആണ്. അല്ലെങ്കിൽ അവരെ കൺസിഡർ ചെയ്തിട്ടാണ് ആ ബ്രാൻഡ്സ് IMs ഒക്കെ ഇറക്കുന്നത്.
അത് ഭയങ്കര പ്രൊഫഷണലി യൂസ് ചെയ്യണമെന്നില്ല. ആ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പ്രൊഫഷണലി വേണം, പക്ഷേ നിങ്ങളുടെ ഇത്ര ബഡ്ജറ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാനും അതുപോലെ കാഷ്വൽ ലിസണിങ്ങിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ആ സാധനങ്ങളൊക്കെ ഇറക്കുന്നത്. അപ്പോൾ അതിൽ പെടുന്നൊരു സാധനമാണ് ഈ കാസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ അത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്പുറത്ത് ലക്ഷങ്ങൾ വരുന്ന IEMs ഉണ്ട്. അപ്പോൾ എന്തായാലും കാസ്റ്റർ ഒരു പ്രൊഫഷണൽ രീതിയിൽ ഉപയോഗിക്കുന്ന സാധനമേ അല്ല. ഇപ്പോൾ ഫ്ലാക്ക് കേട്ടാലേ കാസ്റ്ററിൽ പാട്ടിനൊരു സുഖമുള്ളൂ എന്നൊക്കെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഫ്ലാക്ക് ഫയൽ എന്നൊക്കെ പറയും, ഒരു പാട്ടിനൊക്കെ ഏകദേശം 200-300 MB വരെയൊക്കെ വരാം. ഈ ഫ്ലാക്ക് ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ വെച്ചതിന് ശേഷം ഈ ഇയർഫോൺ വെച്ച് നമ്മൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ കുറേ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഓരോ ഇൻസ്ട്രുമെന്റിന്റെയും ഓരോ ചെറിയ സ്ട്രിങ്ങുകൾ വരും, ഇതിനകത്ത് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അത്ര പെർഫെക്ഷൻ. ഇപ്പോൾ ഫ്ലാഗ് ഫോർമാറ്റിൽ കേട്ട ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഫ്ലാക്ക് വെച്ച് കേൾക്കണം, ഫ്ലാക്ക് വെച്ച് അത് പ്രൊമോട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. ഫ്ലാക്ക് വെച്ച് കേൾക്കണമെന്ന് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ക്യാഷ്വലായിട്ട് കേൾക്കുന്നവർക്ക് ലോസി മതി, അങ്ങനത്തെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ ഞാനത് ഫോർമാറ്റിനെ പറ്റിയിട്ടുള്ള ആ ഒരു വീഡിയോൻ്റെ അകത്ത് ഈ സംഭവം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 320 kbps വരുന്നൊരു MP3 വെച്ച് കേട്ടാലും ക്യാഷ്വൽ ലിസ്റ്റിൽ ഇങ്ങനെയൊന്നും അത് ബാധിക്കാനൊന്നും പോകുന്നില്ല. എന്നാൽ ഫ്ലാക്ക് ഉപയോഗിച്ചാൽ നല്ലൊരു ഡാക്കും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു തരത്തിലുള്ള എക്സ്പീരിയൻസ് കിട്ടും. എന്ന് വെച്ച് 320 kbps ഉപയോഗിക്കരുത്, ഫ്ലാക്ക് വെച്ചാലേ ക്യാസ്റ്ററിൽ കേൾക്കൂ എന്നൊന്നുമില്ല. നിങ്ങൾ നോർമൽ 320 വെച്ച് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താണ് കേൾക്കുന്നത് അതേ ക്വാളിറ്റി തന്നെ ക്യാസ്റ്ററിൽ കേൾക്കാൻ പറ്റും. അല്ലാണ്ട് 320 കേട്ടിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നില്ല. ഈ ഒരു സംഭവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ചലഞ്ച് തന്നെ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ വെച്ച് നിങ്ങളെ കേൾപ്പിക്കുക. അതായത് 320 kbps ഒരു ഫ്ലാക്കും കൂടെ വെച്ചിട്ട് ക്യാസ്റ്ററിൽ വെച്ച് കേൾപ്പിക്കാം. പ്രോപ്പറായിട്ട് എൻകോഡ് ചെയ്തത് MP3 ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് എന്തെങ്കിലും മേജർ ഡിഫറൻസ്, അതായത് ഒരു ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ മുടിയൊക്കെ ഒന്ന് ഷേവ് ചെയ്ത് എന്താ പറയുക മുട്ടടിച്ച് വേണേൽ നടക്കാം. കാരണം അങ്ങനെ ഒരു ചലഞ്ച് വേണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്ലാക്ക് വെച്ച് കാസ്റ്ററിൽ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനൊക്കെ വളരെ പ്രിസൈസ് ആയിട്ടൊക്കെ കേൾക്കാൻ പറ്റും എന്നൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ 320 വെച്ച് കേട്ടാലും ഫ്ലാക്ക് വെച്ച് കേട്ടാലും കാസ്റ്ററിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷൻ എന്ന് പറയുന്നതൊക്കെ ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്. ഫ്ലാക്കിൽ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സെപ്പറേഷനോ അങ്ങനെ അതൊന്നും വരുമൊന്നുമില്ല. ഫ്ലാക്കിൽ കേട്ടാൽ ഫ്ലാക്കിൻ്റെ ഒരു ഇതുണ്ടാകും, എന്താ പറയുക, കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഉണ്ടാകും എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനൊന്നും അത് വലിയ രീതിയിലൊന്നും ബാധിക്കാനേ പോകുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ സംഭവമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നത്. അതായത് ക്ലാരിറ്റി കൂടുമ്പോഴത്തേക്കും ആസ്വാദനം കുറയുന്നതെന്ന്. ഓക്കെ ബേസിക്കലി ക്ലാരിറ്റി കൂടിപ്പോയതിന്റെ പ്രശ്നം എല്ലാവരും അനുഭവിക്കും. കാരണം ഒരു സാധാരണക്കാരുണ്ടല്ലോ ഇത്രയും ക്ലാരിറ്റിയിൽ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് ആസ്വദിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ എന്നിട്ട് അതിനെ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബേസ്ലെസ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിളൊക്കെ പറയുന്നുണ്ട്. ക്ലാരിറ്റി കൂടുമ്പോഴത്തേക്കും ആ സാധനം സാധാരണ കൂടുകയാണ് പതിവ്. അപ്പോൾ എനിക്കൊക്കെ അങ്ങനെയാണ്. ക്ലാരിറ്റി ഇല്ലാത്തൊരു വിഷ്വൽ നമുക്ക് കണ്ടിട്ട് നമുക്ക് അതിൽ നിന്ന് എന്ത് ആസ്വാദനമാണ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നത്, നമ്മൾ ഈ ഷോറൂമിൽ പോയിട്ട് 4K TV അല്ലെങ്കിൽ 8K TV കാണുമ്പോൾ എന്ത് രസമാണ് അവിടുത്തെ വിഷ്വൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4K TV വീട്ടിൽ കൊണ്ട് മേടിച്ച് വെക്കും. വീട്ടിൽ വന്നിട്ട് ഏഷ്യാനെറ്റിന്റെ മറ്റേ സെറ്റ് ടോപ്പ് ബോക്സിനകത്ത് വെച്ചിട്ട് അതിനകത്ത് ദൂരദർശനം വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? അത്രയും വലിയ സ്ക്രീനിൽ അത്രയും ക്ലാരിറ്റി നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് ദൂരദർശനം വെക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ കാണുന്നത് തോന്നില്ലേ? സെയിം ഫീലാണ് ഈ സാധനം വെക്കുമ്പോൾ. ഇപ്പോൾ ഒരു 4K TV വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ട് സാധാരണ കേബിൾ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന് ക്വാളിറ്റി ഉണ്ടാവില്ല. ഇപ്പോൾ പറഞ്ഞ കാര്യം ശരിയാണ്. കാരണം നമ്മൾ നോർമൽ ക്വാളിറ്റിയിൽ വെച്ചിട്ട് നമ്മൾ 4Kയിലൊക്കെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സംഭവം കിട്ടില്ല. പക്ഷേ എന്ന് വെച്ച് നമ്മൾ ഈ 4K TV വാങ്ങിക്കരുതെന്ന് ആണ് പുള്ളി പറയുന്നത്. അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ നമ്മൾ 4K TV വാങ്ങിക്കേണ്ട നമുക്ക് നോർമൽ 1080p അല്ല 720p TV ഒക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ അത് തന്നെ കണ്ടിരുന്നാൽ മതി എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇന്ന് കേൾക്കുന്നതിൽ നല്ല ഓഡിയോ ക്വാളിറ്റി വെച്ച് പാട്ട് കേട്ടിരുന്ന വെച്ച ആൾക്കാരാണ് നമ്മൾ. അതുകൂടെ ഓർക്കണം. അതായത് CD-യുടെ ഒക്കെ കാലം വരെ. ഇപ്പോൾ കംപ്രഷൻ വന്നതിന് ശേഷമാണ് പിന്നീട് ക്വാളിറ്റി എന്നതൊക്കെ താഴേക്ക് പോകുന്നത്. അതങ്ങനെ തന്നെ പോട്ടെ എന്നല്ലേ അപ്പോൾ ഈ ശരത്ത് പറയുന്നത്. അപ്പോൾ ആ ക്വാളിറ്റി എന്താ പറയുക, ഇപ്പോൾ നമ്മൾ കൂപ്പ് കുത്തിയൊരു ക്വാളിറ്റിയിലാണ് കേൾക്കുന്നതെങ്കിൽ അതിൽ തന്നെ നിങ്ങൾ കേട്ടോ എന്നുള്ളൊരു രീതിയിലാണ് പുള്ളി പറയുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ എന്നിട്ട് പറയുന്നത് പ്രീമിയം ഓഡിയോ സർവീസ് ഉപയോഗിച്ചാലേ IM വെച്ച് കേട്ടാൽ രസം ഉണ്ടാവും എന്നൊക്കെയാണ്. എന്താ പറയുക, ഇപ്പോൾ IM ആണെങ്കിലും നോർമൽ ഇയർഫോൺ ആണെന്നുണ്ടെങ്കിൽ ഓഡിയോ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അത് കൊള്ളില്ലാത്ത രീതിയിലേ കേൾക്കുള്ളൂ. അതിപ്പോൾ നിങ്ങൾ എന്തിൽ കേട്ടാലും അങ്ങനെയാണ്. IM കേട്ട് പൊട്ട ഓഡിയോ എന്താ പറയുക നോർമൽ ഇയർഫോണിൽ കേട്ടാലും IM-ൽ കേട്ടാലും ഒക്കെ ഒരേ രീതി തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ സ്പോട്ടിഫൈ, യൂട്യൂബ് മ്യൂസിക്, സകല ഓഡിയോ സ്ട്രീമിംഗ് ആപ്പും തരുന്ന ബേസിക് സർവീസ് ശോകമാണ്. അത് അങ്ങനെ തന്നെയാണ്. കാരണം ഒരുമാതിരി പൊട്ട ഓഡിയോ ആണ് തരുന്നത്. അത് എന്ത് വെച്ച് കേട്ടാലും മനസ്സിലാകുന്ന കാര്യമാണ്. ഇങ്ങനെ സ്ട്രീമിംഗ് സർവീസിൻ്റെ ഉടായ്പകളെ പറ്റിയിട്ടൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്, അത് പിന്നെ വരും. അപ്പോൾ ഇങ്ങനെ ഇവർ ഈ പൊട്ട ഓഡിയോ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ പ്രീമിയം അവിടെ വേറൊരു സംഭവമായിട്ട് വെച്ചേക്കുന്നത്. ഓക്കെ, പ്രീമിയം പൈസ കൊടുക്കണം, പൊട്ട ഓഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ പൈസ കൊടുക്കണ്ട, അങ്ങനെ ഒരു സംഭവം വെച്ചേക്കുന്നത് തന്നെ അത് വേണ്ടിയിട്ടാണ്. അത്
അത് നിങ്ങൾ എന്തിൽ കേട്ടാലും മനസ്സിലാവും. അത് എന്തിൽ കേട്ടാലും മനസ്സിലാകണമെന്നുള്ള രീതിയിലാണ് ഈ സ്ട്രീമിംഗ് സർവീസുകളും അത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് IM-ൽ കേൾക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ പറഞ്ഞ പോലെ ഒരു 500 രൂപയുടെ ഇയർഫോണിൽ കേട്ടാലും നിങ്ങൾക്ക് ആ ക്വാളിറ്റി ഇല്ലായ്മ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ക്വാളിറ്റി കുറച്ച് വെക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ ഈ പ്രീമിയം എന്നൊക്കെ പറയുന്നത്, പ്രീമിയം എന്നൊക്കെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ആപ്പിൾ മ്യൂസിക്കിൻ്റെ സബ്സ്ക്രിപ്ഷൻ അത് ഒരു മാസത്തേക്ക് എന്താ പറയുക, ഒരു ഫാമിലി പാക്കായിട്ട് 5 പേര് ചേർന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ 25 രൂപ കൊടുത്താൽ മതി. 25 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നേരത്തെ ഊണിൻ്റെ പോലും പൈസ വരുന്നില്ല. അപ്പോൾ അതുപോലും കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പാട്ട് കേൾക്കണ്ട. എനിക്കത്ര ആ ക്വാളിറ്റിയിൽ പാട്ട് കേൾക്കണ്ട, പാട്ട് കേൾക്കണമെന്നില്ല, ക്വാളിറ്റിയിൽ കേൾക്കണ്ട, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്തായാലും അവിടെ ഇരിക്കട്ടെ, അത് പ്രീമിയത്തിൻ്റെ കാര്യം. പക്ഷേ ക്വാളിറ്റി ഇല്ലാത്ത ഓഡിയോ നിങ്ങൾ എവിടെ കേട്ടാലും അതിന് ക്വാളിറ്റി ഉണ്ടാവില്ല. അത് IM കേട്ടാൽ നിങ്ങൾക്ക് നല്ലപോലെ എവിഡൻ്റ് ആയിട്ട് മനസ്സിലാവും. പക്ഷേ IM ഇല്ലാണ്ട് കേട്ടാലും അത് നിങ്ങൾക്ക് മനസ്സിലാകേണ്ട പോലെ തന്നെ മനസ്സിലാകും. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ഉദാഹരണം പറഞ്ഞു, TV-യുടെ ഉദാഹരണം അല്ലാണ്ട് വേറൊരു ഉദാഹരണം പറഞ്ഞു. അതാണ് അതിലും വലിയ കോമഡി. ഫോണിൽ ഒരു ഫോട്ടോ എടുത്തു, ആ ഫോട്ടോ നമ്മൾ ഫോണിൽ കാണുമ്പോൾ എന്താ രസമുണ്ട്, കമ്പ്യൂട്ടറിൽ ഇട്ടാൽ രസമുണ്ട്. ഇതേ ആളത്തിന് ഒരു മിറർലെസ് അല്ലെങ്കിൽ DSLR കൊണ്ട് ഫോട്ടോ എടുത്തു. DSLR കുഞ്ഞ് സ്ക്രീനിൽ കാണുമ്പോൾ രസം ഉണ്ടാവും. അതെടുത്ത് കമ്പ്യൂട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഓരോ കുഴികളും കുരുകളും കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? രസമില്ല അല്ലേ എൻ്റെ കുരുക്ക് കാണുന്നത്, ഇതൊക്കെ അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വരില്ലേ? DSLR വെച്ച് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ഈ DSLR നല്ല ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്ത് തരുമല്ലോ. അപ്പോൾ അത് ഫോട്ടോയുടെ ഭംഗിനെ ബാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടി ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ DSLR വെച്ച് ഒരു 80mm പോർട്രേറ്റ് വെച്ചിട്ട് നമ്മൾ എടുക്കുന്നതും നമ്മുടെ ഫോണിലൊരു പോർട്രേറ്റ് മോഡ് വെച്ച് എടുക്കുന്നതും നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ ഏതിനായിരിക്കും ഭംഗി എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് പറയുന്നത് ഇപ്പോൾ സ്ക്രീനിൽ ചെറിയ സ്ക്രീനിൽ രണ്ട് നന്നായിട്ട് തോന്നിയേക്കും, പക്ഷേ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ സ്ക്രീനിൽ ഇടുമ്പോഴത്തേക്കും DSLR-ൻ്റെ എക്സ്ട്രീം ഡീറ്റെയിൽ കാരണം നമ്മുടെ മറ്റേ പിമ്പിൾസ് ഒക്കെ കാണുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് ഒരു ഭംഗിക്കുറവായിട്ട് തോന്നുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നാളെ മുതൽ സ്റ്റുഡിയോ ഇരിക്കുന്നവരിടക്ക് ഞാൻ ഈ എന്താ പറയുക, ഫോണും വെച്ച് നിങ്ങൾ ഇവൻ്റ് കവർ ചെയ്യാൻ പോകൂ എന്ന് പറയേണ്ട ഒരു, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സാധാരണ എൻ്റെ ഒരു കേസ് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു ഫോണിലെടുത്തേക്കുന്ന ഫോട്ടോ, അതേ ഫോട്ടോ തന്നെ ഞാൻ ഒരു ക്യാമറയിലെടുത്തിട്ട് ഞാൻ കൊണ്ടുവന്ന് കമ്പ്യൂട്ടർ ഇടുമ്പോഴത്തേക്കും ഫോണിലെടുത്തേക്കുന്ന ഫോട്ടോയിലുള്ള ആർട്ടിഫാക്ട്സും അതിൻ്റെ അകത്തുള്ള എന്താ പറയുക ഈ ഉഡായ്പ പരിപാടികളൊക്കെ നല്ലപോലെ എവിഡൻ്റായിട്ട് എടുത്തെറിയും. പക്ഷെ നമ്മളൊരു ക്യാമറ എടുക്കുമ്പോഴത്തേക്കും അത് പക്കാ ക്ലിയറാണ്, അത് ആ ക്ലാരിറ്റി നമുക്കത് മനസ്സിലാവും. അപ്പോൾ ക്ലാരിറ്റി ഒരു കുഴപ്പമെന്ന് പറയുന്നതിന് ഞാൻ എന്താ പറയുക, എനിക്ക് മനസ്സിലാകുന്നില്ല. ആശാൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഫിൽറ്റർ ഇട്ട് അല്ലെങ്കിൽ മറ്റേ പുട്ടി അടുപ്പിക്കുന്ന ആ പരിപാടി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് അങ്ങനെയാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിവേ അത് വിട്ടേക്കാം. അപ്പോൾ നമുക്ക് ഓഡിയോയുടെ കാര്യം മതി. അപ്പോൾ നമുക്ക് ഓഡിയോയുടെ കാര്യം എടുക്കാം. അപ്പോൾ ഡീറ്റെയിൽ കൂടുമ്പോൾ ഇതുപോലെ നോയ്സൊക്കെ എടുത്ത് കേൾക്കും എന്നാണ് ശരത്ത് പറയുന്നത്. അപ്പോൾ പാട്ട് പാടി റിവർബൊക്കെ ഇട്ട് അത് കേൾപ്പിക്കുന്നുണ്ട്. അത് എന്താ പറയുക, ഈ ഡീറ്റെയിൽസ് നന്നായിട്ട് കാണിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ബാക്കി ഓഡിയോയിലുള്ള നോയ്സും അത് ഇതൊക്കെ വരുമെന്നാണ് ആശാൻ പറയുന്നത്. പക്ഷേ ഒരു പാട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ റോ ഓഡിയോ ഉണ്ടല്ലോ, അതല്ല നമ്മളെ കേൾപ്പിക്കുന്നത്. ഈ റോ ഓഡിയോ ഒക്കെ പ്രോസസ്സ് ചെയ്ത് അതിലുള്ള ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ കളഞ്ഞിട്ട് ഇത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി എന്നുള്ള രീതിയിലാണ് ഒരു മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് ഈ സാധനം നമുക്ക് കേൾപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഡീറ്റെയിലിംഗ് കൂടുമ്പോഴത്തേക്കും ആ ഓഡിയോയിൽ നമ്മൾ കേൾക്കാത്ത പുതിയ ഇൻസ്ട്രുമെൻറ്റുകളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അതൊരിക്കലും ഒരു നോയ്സ് ഇല്ല. അതിൻ്റെ കൂടെ നോയ്സും കൂടെ കേൾക്കുമെന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഒരു പാട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത നോയ്സ് അത് ഇതൊക്കെ കളഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നതും. ഇതിൽ പ്രൊഫഷണലി നിൽക്കുന്നവർക്ക് എന്തായാലും ഇത് കേട്ടാൽ നല്ല ചിരി വരും. ഇതിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ മിക്സ് ചെയ്യാൻ ഇരിക്കുന്ന ആൾക്കാർ നല്ല സംഭവങ്ങൾ വെച്ച് ഇതൊക്കെ കേട്ടിട്ടാണ് അവർ ഈ സംഭവം പുറത്തേക്ക് ഇറക്കുന്നത്, അല്ലാതെ അതിൻ്റെ അകത്തുള്ള നോയ്സ് ഒക്കെ വെച്ചിട്ടല്ല ഇറക്കുന്നത്. അങ്ങനെയെങ്കിലും ചിന്തിക്കണ്ടേ? അവർക്ക് ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത സംഭവം നമ്മൾ കേൾപ്പിക്കണമെന്നില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ടായിരിക്കും ഇറക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓഡിയോ എഡിറ്റ് ചെയ്യുന്നവർ, പാട്ട് പാടുന്നവർ, അതുപോലെ ഈ പ്രൊഫഷണലായിട്ട് ഓഡിയോ ബന്ധപ്പെട്ട് കിടക്കുന്നവർക്ക് മാത്രമുള്ള IM കൊണ്ട് അല്ലെങ്കിൽ IM ഇഷ്ടപ്പെടൂ എന്നൊക്കെയാണ് പറയുന്നത്. അറിവ് കുറവ് കൊണ്ട് പറഞ്ഞതായിരിക്കാം. ഇപ്പം ജനറൽ പബ്ലിക്കിന് വേണമെങ്കിൽ IM ഉപയോഗിക്കാം. ഇപ്പം നോർമൽ ഇയർഫോൺ വെച്ച് കേൾക്കുന്നവർ, അപ്പം അങ്ങനത്തെ ആൾക്കാരാണെന്നെങ്കിൽ നിങ്ങൾ IM-ലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ഇഷ്ടാവാനേ വഴിയുള്ളൂ. കാരണം ഞാൻ തന്നെ എൻ്റെ പല ഫ്രണ്ട്സിനോടും ഈ നോർമൽ ഇയർഫോൺസ് യൂസ് ചെയ്തേക്കുന്ന ഫ്രണ്ട്സിന് ഞാൻ IMs കൊണ്ടുപോയി വെച്ച്, ഇപ്പോൾ ഞാൻ ഒരെണ്ണം കേട്ടിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുമ്പോഴത്തേക്കും അവർക്ക് എന്താ തോന്നുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാനിത് കൊണ്ട് കേൾപ്പിക്കാറുണ്ട്. ഇതുവരെ ഒരാളത് കേട്ടിട്ട് കൊള്ളൂല്ല എന്ന് പറഞ്ഞിട്ടില്ല. കൊള്ളൂല്ല എന്ന് പറഞ്ഞേക്കുന്ന ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. അത് ആ IM അങ്ങനെ ആയതുകൊണ്ടാണ്. അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ന്യൂട്രലി ട്യൂൺ ചെയ്തേക്കുന്ന ഒരു IM ഞാൻ കേൾപ്പിച്ചപ്പോഴത്തേക്കും അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അതിന് ബേസ് ഒന്നുമില്ലാത്തൊരു IM ആണ് അത് ഞാൻ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ കാസ്റ്റർ പോലത്തെ ഒരു IM ഞാൻ ആരെ കൊണ്ടൊക്കെ കേൾപ്പിച്ചാലും അവർക്കത് ഇഷ്ടപ്പെടാനേ വഴിയുള്ളൂ, ഉറപ്പായിട്ടും.
അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പുള്ളി അതിൻ്റെ അകത്ത് പറയുന്നത്. കുറേ സംഭവങ്ങളൊക്കെ പുള്ളി കേട്ടിട്ട് ഓഡിയോ കേട്ടിട്ട് പുള്ളിക്ക് തോന്നിയതായിരിക്കാം. പക്ഷേ കുറേ സംഭവങ്ങളൊക്കെ കയ്യിൽ നിന്ന് തന്നെ എടുത്തിട്ട് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം കാസ്റ്റർ ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ എൻ്റെ ചെവി വെച്ചേക്കുന്ന കാസ്റ്ററാണ്. അപ്പോൾ ഈ കാസ്റ്റർ ഇതിന് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ആയിട്ടുള്ള ഒരു സംഭവമാണ് ആ പറയുന്നത്ര പ്രശ്നമുള്ളൊരു സാധനമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതങ്ങനെ തന്നെ ഞാൻ പറയും. പിന്നെ ഇത് പുള്ളി കേൾക്കാൻ ഉപയോഗിച്ച ഡാക്ക് ഉണ്ടല്ലോ, അതിനും ഒരു പങ്കുണ്ടായിരിക്കാം. പിന്നെ ആ പറഞ്ഞ ഡാക്ക് ഞാൻ പേഴ്സണലി ഒന്നും യൂസ് ചെയ്യാത്തൊരു ഡാക്കാണ്, അതുകൊണ്ട് അതിനെ പറ്റി എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കാസ്റ്റർ ഞാൻ സ്റ്റിൽ യൂസ് ചെയ്യുന്നതും സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കാസ്റ്റർ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എനിക്ക് എന്തായാലും പ്രതികരിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ IM റാബിറ്റ് ഹോളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളവർക്ക് എന്തായാലും ബെസ്റ്റ് ഓപ്ഷനായിട്ടുള്ള ഒരു സാധനമാണ് ഈ കാസ്റ്റർ പ്രോ ഒക്കെ. അത് 1500 ബഡ്ജറ്റിൽ വരുന്ന മിക്ക IMസും അങ്ങനെയുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഈ പറഞ്ഞ പോലെ അല്ലെ പെർഫെക്റ്റ്ലി ഭയങ്കര ട്യൂൺ ചെയ്തേക്കുന്ന IMs ഉണ്ട്. അത് മേ ബി കുറേ ആൾക്കാർക്ക് അത് കേട്ടാൽ ഭയങ്കര ഇപ്പോൾ ടാൻജിം ബണ്ണിയൊക്കെ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞത്, അത് അങ്ങനെ ട്യൂൺ ചെയ്തേക്കുന്ന IM ആണ്. അപ്പോൾ അത് കേൾക്കുകയെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്കൊന്നും അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. CCA CRA അപ്പോൾ അത് ഭയങ്കര അങ്ങനെ ട്യൂൺ ചെയ്തേക്കുന്ന IM, അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അത് കേട്ട പല ആൾക്കാരും ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞിട്ടുള്ള IMs ആണ്. പക്ഷേ ഈ V ഷേപ്ഡ് ട്യൂണിങ് അല്ലെ U ഷേപ്ഡ് ട്യൂണിങ് വരുന്ന ഹാർമൺ ടാർജറ്റിൽ വരുന്ന IMs അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പർപ്പസിന് ഇറക്കിയേക്കുന്ന IMs ഒക്കെ നിങ്ങൾക്കൊരു ഇങ്ങനെ തോന്നിയെന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റൂല. ക്വാളിറ്റി കൂടുന്തോറും പറഞ്ഞ പോലെ ആസ്വാദനം കുറയുമെന്ന് പറയുന്നതൊക്കെയാണ് ഭയങ്കര കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ വാൽഷണായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സിനിമയായാലും മ്യൂസിക് ആയാലും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വെച്ച് കേൾക്കണം, അതാണ് അതിൻ്റെ നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ IM വെച്ച് പാട്ട് കേട്ടാൽ മിക്സ് ചെയ്ത് അതേ രൂപത്തിൽ കേൾക്കാം എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു മിത്താണ്. കാരണം മിക്സ് ചെയ്തവർ വേറെ നല്ല സാധനങ്ങൾ വെച്ച് കേട്ടാൽ അവരങ്ങനെ ചെയ്തേക്കുന്നതാണ്. അത് നമുക്ക് കേൾക്കാൻ പറ്റും എന്നൊന്നുമില്ല. ആക്ച്വലി ഓഡിയോ ഫയലിൽ എന്തൊക്കെ ഡേറ്റ ഉണ്ട് അത് കേൾക്കാൻ പറ്റും. പിന്നെ ലോസ്ലെസ് വെച്ച് തന്നെ കേട്ടാലേ IM എൻജോയബിൾ ആകൂ, അല്ലെങ്കിൽ അതും വേറൊരു മിത്താണ്. നിങ്ങൾ ക്യാഷ്വലി കേൾക്കുന്ന വെറുതെ നടക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ ലോസി തന്നെ യൂസ് ചെയ്യാം. നിങ്ങൾ ഭയങ്കര മുഴുകിയിരുന്ന് കേൾക്കാൻ വേണ്ടി മാത്രം ലോസ്ലെസ് യൂസ് ചെയ്യുക. അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഏത് ഫോർമാറ്റ് എടുത്താലും ആ ഫോർമാറ്റിലേക്ക് ആ ഓഡിയോൻ്റെ പ്രോപ്പർ എൻകോഡ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ പ്രോപ്പർലി എൻകോഡ് ആയിട്ടുള്ളൊരു ഓഡിയോ കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ശരത്തിനോട് പറയാനുള്ളത്, കാസ്റ്റർ നല്ലൊരു ഡാക്ക് വെച്ച് കേട്ട് നോക്കിയാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഇപ്പോൾ നിങ്ങൾക്കുള്ളൂ. അല്ലെങ്കിൽ നല്ലൊരു ഓഡിയോ ഔട്ട് കിട്ടുന്ന ഒരു ലാപ്ടോപ്പ് വെച്ച് കേട്ടാലും നല്ല ഓഡിയോ തരുന്നൊരു സാധനമാണ് കാസ്റ്റർ. പിന്നെ ഫ്ലാക്ക് വേണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ യൂട്യൂബിൽ വെറുതെ വെച്ച് കേട്ടാലും നല്ല ക്വാളിറ്റിയിൽ ലിസൺ ചെയ്യാൻ പറ്റുക, ക്യാഷ്വലി കേൾക്കാൻ ഒക്കെ ഓക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഇതുപോലത്തെ ഒരു കാര്യം എടുക്കുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ടൊക്കെ ഇതിനൊന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ വീഡിയോ ചെയ്യുക. ആക്ച്വലി കാസ്റ്ററിനുള്ളത് ക്വാളിറ്റി ഇഷ്യൂ അല്ല. കാസ്റ്ററിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഫിറ്റും അതിൻ്റെ ഈ കേബിളും ഒക്കെയാണ്. മേ ബി ആ കേബിൾ ഒരു നോർമൽ ഇയർഫോണിൻ്റെ കേബിളിനേക്കാളും നന്നായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അതിൻ്റെ മൈക്രോഫോണിൻ്റെ അതായത് മൈക്കിൻ്റെ ക്വാളിറ്റി ഒക്കെ ഭയങ്കര അലമ്പാണ്. അതുപോലെ IMൻ്റെ ലോകത്ത് ആ കേബിൾ എന്ന് പറയുന്നത് വളരെ പന്ന കേബിളാണ്. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള കേബിളാണ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നാറുള്ളത്. പിന്നെ അതിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ, ഫിറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിൻ്റെ വെയിറ്റ്, അതിന് ഈ മെറ്റൽ ഷെല്ലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെവി ഇരിക്കുമ്പോൾ നല്ല ഹെവി ആയിട്ടാണ് തോന്നാറുള്ളത്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിൽറ്റ് ക്വാളിറ്റിയും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാസ്റ്ററിൻ്റെ മെയിൻ പ്രശ്നം. പക്ഷേ ഇതിനൊന്നും പറയാതെ ഓഡിയോ ക്വാളിറ്റിനെ പറ്റിയിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. IM വെച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഓഡിയോ ക്വാളിറ്റി ഇല്ല, അങ്ങനത്തെ സംഭവമുണ്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങ് സമ്മതിച്ചു തരാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഒരു സംഭവത്തിലേക്ക് പുതിയതായിട്ട് ഇപ്പോൾ ശരത്ത് പുതിയതായിട്ട് വന്നതുകൊണ്ട് പുള്ളിക്ക് തോന്നിയതായിരിക്കാം. അപ്പോൾ അതുപോലെ ഇനി പുതിയതായിട്ട് ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഹൗ ടു ഗെറ്റ് ഇൻ ടു ദിസ് റാബിറ്റ് ഹോൾ, അതായത് IMൻ്റെ റാബിറ്റ് ഹോളിലേക്ക് എങ്ങനെ വീഴണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യുന്നുണ്ട്.